കോഴിക്കോട് കക്കോടിയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയിലെ അലങ്കാരക്കുട മുഖത്ത് കുടുങ്ങി അപകടം സംഭവിച്ച ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പരിക്കേറ്റ മാധവൻ നമ്പീശൻ 24-നൊപ്പം ചേരുന്നു. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ 13-ാം തീയതി കക്കോടിയിൽ വെച്ച് ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിൽ നിന്ന് കുട റോഡിലേക്ക് വീഴുകയും ആ കുട ഒരാളുടെ ദേഹത്ത് തട്ടുകയും അദ്ദേഹം മറിഞ്ഞു വീഴുന്നതുമായിരുന്നു ആ ദൃശ്യം. അപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആ വ്യക്തി ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളും അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിലിലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം 24-നൊപ്പം ചേരുകയാണ്. മാധവൻ നമ്പീശൻ. 13-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. എന്താ ശരിക്കും അന്ന് നടന്നത്? ഞാൻ ഇവിടുന്ന് കക്കോടിക്ക് നടന്നു പോകുമ്പോൾ അത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാർബർ ഷോപ്പ് പോയി മുടി വെട്ടിച്ച് അക്കോടി നന്നിട്ട് സാധനം വാങ്ങിക്കാണ്ടെന്ന് വിചാരിച്ചു. അത് കൂടി വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് കൊടി പാലത്തും കൂടെ പോകുമായിരുന്നു. എന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. അതായത് ഇത് പെട്ടെന്ന് സംഭവിച്ചു, പക്ഷെ ആ കാറ് കൃത്യമായ സമയത്ത് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അല്ലേ? അതെ അങ്ങനെ തന്നെ. അപ്പം ആരാണ് പിന്നീട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്? പിന്നെ ഈ ഫ്രൂട്ട്സ് വെക്കുന്ന ഒരു ഓട്ടോറിക്ഷ അവരെന്നോട് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നു. വണ്ടി കയറിയതിന് ശേഷം എനിക്കൊരു പെട്ടെന്നൊരു ഇത് വന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർമ്മ പോയോ? പെട്ടെന്ന് തരിച്ചു പോയി. ഇപ്പം പോലീസ് വരികയോ ഈ വാഹന ഉടമകൾ വരികയോ സംസാരിക്കുക എന്തെങ്കിലും ചെയ്തോ? ഇന്നലെ ഒന്ന് സംസാരിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം പോലീസ് വന്ന് FIR ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ആയിരുന്നു ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചോദ്യം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ അടിയിലൊക്കെ വന്ന് വലിയ രീതിയിൽ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി അദ്ദേഹത്തിനോ എന്നുള്ളത്. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കക്കോടി. എന്തായാലും കക്കോടിയിലെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, വണ്ടിയിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകളും റോഡിലുണ്ടാകും. അവരുടെ രക്ഷ കൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ള കാര്യമാണ്. വളരെ അലക്ഷ്യമായി സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മുടെ രാജ്യത്തുള്ളതും നമ്മുടെ സംസ്ഥാനത്തുള്ളതും. എന്നാൽ വിദേശ നാടുകളിലൊക്കെ തന്നെ ഈ സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കവർ ചെയ്ത് മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. കവർ ചെയ്യാതെ ഒരു പൊതുനിരത്തിലൂടെയും ഒരു സാധനവും ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവിടേക്ക് ഇത് വളരെ വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല. സിമ്പിൾ കാര്യം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.